എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അത് നടപ്പിലാക്കാനും വളരെയധികം ശാശ്വതമായ പരിഹാരമുണ്ട്. കാര്യം എല്ലാവരും വിചാരിക്കും എങ്ങനെയാണ് ഈ പണം കണ്ടെത്തുന്നതെന്ന്. അതിന് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് ഈ റോഡുകൾ നാനോ ടെക്നോളജി അനുസരിച്ച് ടാർ ചെയ്താൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, പിന്നെ ചെയ്യേ വേണ്ട. അങ്ങനെ 100 വർഷം വരെ ഇളവാത്ത രീതിയിൽ ചെയ്യാം. അതിൽ നിന്ന് പണം കോടിക്കണക്കിന്. പിന്നെ മദ്യനിരോധനം കൊണ്ടുവരാം. അത് ചെയ്യുന്നതിൽ ഈ പണം തന്നെ ഉപയോഗിക്കാം. പിന്നെ സർവത്ര പേർക്കും, അതായത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും, അതായത് 3.5 കോടി ജനത്തിനും അതിൽ ഒരു 1.5 കോടി ജനമേ ജോലിക്ക് പ്രാപ്തരായുള്ളൂ. ആ 1.5 കോടി ജനത്തിനും 100% ജോലി കൊടുക്കുക. എന്തിൽ? കൃഷി വേലയിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് വൻപിച്ച നേട്ടം ഉണ്ടാകും. ആഹാരത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്ന് വിദേശങ്ങളിൽ കയറ്റി അയക്കുന്ന അണ്ടിപ്പരിപ്പ്, നെന്മീൻ, ആവോലി, കൊഞ്ച്, ഇതെല്ലാം ഇവിടെ സർവ്വസാധാരണക്കാരന് ഇഷ്ടം പോലെ കൊടുക്കാൻ കഴിയും. കാര്യം അത്ര ടെക്നോളജി വളർന്നിട്ടുണ്ട് ആഴക്കടലിൽ മത്സ്യം വളർത്താൻ വേണ്ടി. അങ്ങനെ വളരെയധികം ഒരു തൊഴിൽ മേഖലയാണ് കൃഷിയെ. അതേപോലെ പശു, പാലുൽപ്പന്നങ്ങളും അതിൻ്റെ രീതികളും അനുസരിച്ച് കേരളത്തിൽ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വ്യാപ്തിയിലുള്ള ചിലവാണ്. അതിനും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അല്ലാതെ ആളുകളുടെ വേറെ ഒരു ബുദ്ധിമുട്ടും ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ അടിസ്ഥാനപരമായ കാര്യം, അതായത് നമ്മുടെ ഹെൽത്ത്, അതായത് ആരോഗ്യ മേഖലയിൽ ചെയ്യേണ്ട ഒരുപാട് പ്രവൃത്തികൾ നമുക്കത് ചെയ്യാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഏത് കാര്യത്തിലായിരുന്നാലും പി.ഡി. സതീശൻ നല്ലൊരു വ്യക്തിയാണ്. ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുമെന്നാണ് എൻ്റെ 100% ഒരു തീരുമാനം. എൻ്റെ എല്ലാ സമൂഹത്തിൽ ഒരു നല്ലൊരു ജനത്തിന് ഒരു നല്ലൊരു ഒരു നേതാവായിട്ട് തന്നെ അങ്ങേര് പെരുമാറും. പിന്നെ അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ഇടതുപക്ഷ സർക്കാർ വൻ കെട്ടിടങ്ങൾ തീർത്തിട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചിട്ടില്ല. അവിടെ ആ സാറന്മാരുടെ പാഠപുസ്തകങ്ങൾ കൊടുക്കും, പാഠപുസ്തകങ്ങൾ ഒന്നും പഠിപ്പിക്കാനൊട്ട് ആ പ്രവണതയില്ല അവർക്ക്. അതൊരു വളരെ അപാകത. അതൊക്കെ മാറ്റിയെടുക്കണം. കാര്യം നല്ല ഹൈജനിക് സ്കൂളുകൾ ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ള ബാക്കിയുള്ള കളി സ്ഥാപനങ്ങളും ഇംഗ്ലീഷ് മീഡിയങ്ങളും പിന്നെ മലയാളം മീഡിയവും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിനെ പ്രാവർത്തിയത്തിൽ ആക്കിയാൽ മാത്രം മതി. ഇനി അതേപോലെ ഏത് ഈ മദ്യനിരോധനം കൊണ്ടുവരുമ്പം തന്നെ ജനം രക്ഷപ്പെടും. പിന്നെ ഈ മണ്ണ്, ഈ റോഡുകളൊക്കെ ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതെ വരുമ്പം നമ്മുടെ ഈ കായലുകളെയും മറ്റേ ആറുകളെയൊന്നും തോണ്ടി അതിന് ഒരു ഇതാക്കണ്ട. അതേപോലെ കോറികൾ ലോഡ് കണക്കിന് അത് ഉടപ്പ് നിൽക്കും. അങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ആ രീതിയെല്ലാം വളരെയധികം മാറ്റം ഉണ്ടായി. പ്രകൃതിയും രക്ഷപ്പെടും. പിന്നെ മലിനീകരണം, പിന്നെ അതേപോലെ വളരെയധികം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ഒരു ഈ പറയണ നമ്മുടെ അടിവരായിട്ട് പറയേണ്ടതാണ് വേസ്റ്റ്, കമ്പോസ്റ്റ് നമ്മുടെ ഭൂമിയിൽ അടിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, അടുത്ത് വല്ലതും ഉണ്ടാവുള്ളൂ. ആ രീതിയിലുള്ള ഒരു ടെക്നോളജി കാര്യം കഴിഞ്ഞാൽ ഈ സാധനത്തെ, ഈ വേസ്റ്റ് സാധനം എന്ന് പറയുന്നതിനെ കളയാനേ പാടില്ല. അത് എത്രത്തോളം അതിൽ ജൈവവളം, അതിൽ സൂക്ഷ്മമായ വളങ്ങൾ ചെയ്യുക മാത്രമാണ്. ബാക്കിയുള്ള കംപ്ലീറ്റ് ഇതിനെയൊക്കെ തമിഴ്നാട്ടിലും ഇവിടെ തന്നെ അത് ഭൂമിയിൽ അതിനെ നിക്ഷേപിക്കാതെ അതിനെ വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിച്ച് അതിനെ ഇവിടെ ഒന്നും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം, അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാ മേഖലകളിലും, മോട്ടാർ മേഖലകളിൽ ഈ കിടക്കുന്ന മോട്ടാറുകൾ, ഒരു മോട്ടാർ ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനകത്ത് അതിന് നിയമ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ ആ വണ്ടി കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനെ ഇട്ട് ഉള്ള സ്റ്റേഷനുകളെല്ലാം നിറച്ചിട്ട് അതിനൊക്കെ ശാശ്വത പരിഹാരം കാണണം. അതാണ് നല്ല ബലത്തൊരു സർക്കാർ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നു, എന്താണ് പറയുക? ശോഭിക്കും. എന്നാ ഈ ജനവികാരവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അങ്ങേരെ തോപ്പിക്കാത്തത്? ജനം വിചാരിച്ച് അങ്ങേരെ തോപ്പിക്കാൻ കഴിയില്ല. അപ്പോഴങ്ങേരോടുള്ള വിരോധം ഉണ്ടായിട്ടല്ല, അത് ഒരു 100% വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അങ്ങേര് ശോഭിക്കുമെന്നുള്ള ഒരു 100% ശോഭിക്കും. അങ്ങനെ കർക്കശ ബുദ്ധിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഏത് മേഖല എടുത്ത് എല്ലാവരെയും കുറ്റം പറയും. അങ്ങേര് കുറ്റമേ ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യമൊന്നല്ലേ ചെയ്തിട്ടില്ല. ഈ മുഖ്യമന്ത്രി ഇത്രയൊക്കെ പറഞ്ഞ് ഒരു രീതിയിൽ പറയാൻ
അതുകൊണ്ട് അങ്ങേർക്ക് നല്ല നിലപാടും അതേപോലെ അങ്ങേരെ മരുമകനായ മറ്റേ റിയാസിനെ തോൽപ്പിക്കാത്തത് അവരാരും തോക്കില്ലേ. ഇന്ദിരാഗാന്ധി നിന്നിട്ട് തോറ്റിട്ടുണ്ട്, പിന്നെ ഇവരെ തോൽപ്പിക്കാത്തത്. അപ്പോൾ ജനവിരുദ്ധമല്ല, അതിനുള്ള ഒരു രീതി, ഒരു മാറ്റം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചുള്ളതാണ്. അല്ലാതെ ഇടതുപക്ഷം ഇപ്പോഴും ഒരിടത്തും ഇല്ലാതായി, അതിൻ്റേതായ രീതി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ആ രാഷ്ട്രീയം വേറെ ഒരു പുതിയ രാഷ്ട്രീയ രീതിയല്ലേ ഇവിടെ വളർന്നു വന്നത്. BJP വളർന്നില്ലേ, ഭയങ്കരമായിട്ട് വളർന്നു വന്നില്ലേ, എല്ലാ സ്റ്റേറ്റുകളും ഭരിക്കുകയില്ലേ, 18 സ്റ്റേറ്റ് വരെ അവർ ഭരിക്കുകയില്ലേ. അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയം മാറി വന്നുകൊണ്ട്, പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഈ പിണറായി വിജയനെ വെല്ലാൻ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും കഴിയില്ല എന്നാണ് എൻ്റെ ഒരു